ഹായ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പഴയ കാലത്തുള്ള സാധനം ഞാൻ അവിടെ നിന്ന് ഇങ്ങെടുത്തിട്ട് വന്നു. നമ്മുടെ ഇന്നത്തെ കാലത്ത് പെൻ ഡ്രൈവ്, മെമ്മറി കാർഡ്, SSD, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്, അങ്ങനെ കുറേ സാധനങ്ങളും. അപ്പോൾ അതിൽ പണ്ടത്തെ ഉപയോഗിച്ചിരുന്നത്, അതായത് പണ്ട് എന്ന് പറയുമ്പോൾ ഞാനൊക്കെ പഠിച്ച് കമ്പ്യൂട്ടറൊക്കെ എന്താണെന്ന് അറിഞ്ഞ് അങ്ങനെയൊക്കെ പഠിച്ചു വരുന്ന സമയം ഡേറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് CD, VCD, അതായത് VCR എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ട്, കാസറ്റ്, നമ്മുടെ ചെറിയ ടേപ്പ് റെക്കോർഡ് വയ്ക്കുന്ന കേസറ്റ്, അതിന്റെ വലിയ സാധനമാണ് ഈ VCR എന്നുള്ള സാധനത്തിലുള്ളത്. അന്ന് അതെല്ലാം ഈ ഫിലിം ടൈപ്പിലാണ് ഡേറ്റ റീഡ് ആയിക്കൊണ്ടിരിക്കുന്നത്, സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഫ്ലോപ്പി ഡിസ്ക്. ഇതാണ് സംഭവം. ഇതിപ്പോ സോണിയുടേതാണ്. അന്നത്തെ കാലത്ത് ഈ 1 GB അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. CPU ഹാർഡ് ഡിസ്ക് അത് തന്നെയാണ് ഏറ്റവും വലിയ മെമ്മറി എന്ന് പറയാനുള്ളത്. ഉദ്ദേശം നിങ്ങൾ ഇതിൽ എത്രയായിരിക്കും? വെറുതെ ഒന്ന് ഗസ് ചെയ്തോ. എന്തായാലും ഇന്നത്തെ കാലത്ത് ആരും ഗസ് ചെയ്യാത്ത സംഭവമാണ് ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ. മാക്സിമം 2 MB വരത്തുള്ളൂ. പണ്ടത്തെ ഡേറ്റാസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ലോ സംഭവമാണ്. അന്ന് അത്രയും സൈസ് ഒക്കെ വേണ്ടി വരത്തുള്ളൂ. ഡോക്യുമെന്റ്സ് ആണ് കൂടുതലും ഇത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോ ഞാൻ ഒരുപാടൊന്ന് അന്വേഷിച്ചായിരുന്നു, ഇത് എവിടെയെങ്കിലും ഒന്ന് പ്ലേ ചെയ്ത് നോക്കാൻ, ഇതിനകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാൻ വേണ്ടി അന്വേഷിച്ചായിരുന്നു. അപ്പോൾ ആരുടെയും ഫ്ലോപ്പി ഡിസ്കിനുള്ള ഡ്രൈവ് ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താണ് സംഭവം എന്നാണ്. അപ്പോൾ ഇതെന്തായാലും നമ്മളിന്ന് പൊളിച്ചു നോക്കാൻ പോവാണ്. ഇതില് ഇങ്ങനെ നമുക്ക് ഇതൊന്ന് ലോക്കിംഗ് ആണ്. CPU ഇടുമ്പോഴേ അതിന്റെ ഡ്രൈവിൽ ഇടുമ്പോഴേ അറിയത്തുള്ളൂ ഇത് എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്ന്. അപ്പോൾ ഇതില് ചെറിയൊരു ഫിലമെന്റ് പോലെ ഇപ്പോൾ കാണാൻ പറ്റും. ഫിലമെന്റ് അല്ല, ഫിലിം പോലെ കാണാൻ പറ്റും. ആ ഫിലിമിലായിരിക്കും ഡേറ്റ സ്റ്റോർ ആവുന്നത്. ഇതിനകത്ത് എന്തായാലും നിങ്ങൾ കാണാൻ പോകുന്ന പോലെ ഞാനും ആദ്യമായിട്ടാണ് ഇതിനകത്തുനിന്നാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് എന്തായാലും പണിയിലോട്ട് കിടക്കാം. ഇത് എങ്ങനെയാണ് ഓപ്പണിംഗ് എന്ന് അറിയത്തില്ല. സംഭവം മെഷീൻ പഞ്ചിങ് പോലെ ഇവിടെ ഇങ്ങനെ പഞ്ച് ചെയ്ത് അവർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം ഇത് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. സംഭവം ലോക്ക് ഇളകിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് തുറക്കാൻ പോവുകയാണ്. ആദ്യമേ ഒരു പീസ് പൊട്ടിപ്പോയി. അപ്പോൾ ഇതെന്തായാലും ഈ ലോക്ക് ഇളക്കമാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഇതാണ് ഫിലിം എന്ന് പറയുന്നത്. അതായത് മുമ്പത്തെ കാസറ്റുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതുപോലെയാണ്. ഇതിപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറം കാണാൻ പറ്റും. ഇതിലാണ് ഡേറ്റ സ്റ്റോർ ആയിരിക്കുന്നത്. ഇതിലിപ്പോൾ വേറൊന്നും കാണാനില്ല, ഈ ഫിലിമായിട്ട് ഇരിക്കുന്നു, അത്രയും മാത്രമേ ഉള്ളൂ. അതിൻ്റെ നടുക്ക് അത് ആ ഡ്രൈവിൽ പിടിച്ച് കറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സോക്കറ്റും ഉണ്ട്. പിന്നീടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു പേപ്പർ പോലത്തെ മെറ്റീരിയലാണ്. നമ്മളിപ്പോഴത്തെ ഈ കവറ് പോലെ ഉണ്ട്. പിന്നെ ഇതിൽ ഇങ്ങനെ ഒരു ലോക്ക് കൂടെ കിട്ടിയായിരുന്നു, ഇങ്ങനത്തെ ലോക്ക്. പിന്നെ ഒരു സ്പ്രിങ്. ഈ സ്പ്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം മൂവ്മെന്റിനുള്ളതാണ്. ഈ സൈഡിലും അതുപോലെ തന്നെ ഒരു പേപ്പർ കോട്ടിംഗ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ പേപ്പർ കോട്ടിങ് ഈ ഫിലിം ഈ പ്ലാസ്റ്റിക്കിൽ
തട്ടി, അതായത് കറങ്ങുമ്പോൾ എന്തെങ്കിലും ടച്ച് ചെയ്തിട്ട് സ്ക്രാച്ച് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പേപ്പർ കോട്ടിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, ഇത്രയാണ് ഒരു ഫ്ലോപ്പി ഡിസ്കിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. ഫ്ലോപ്പി എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് ഇതാണ് ഫ്ലോപ്പി. ഇതൊരിക്കലും ഫ്ലോപ്പി എന്ന് പറയില്ല, ഇത് ഫ്ലോപ്പിയുടെ പാർട്സ് അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഫ്ലോപ്പി. ഇതിപ്പോൾ സോണിയുടെ കമ്പനി സാധനമാണ്. ഇതിൽ മാത്രമേ സോണി എന്നൊരു ലേബൽ ചെയ്തിട്ടുള്ളൂ. വേറെ ഒരിടത്തും സോണി എന്ന്, അതായത് ബാക്കിൽ പോലും ഇല്ല, ഫ്രണ്ടിൽ മാത്രമാണ് അവർ സോണി എന്ന് ആ ഒരു ഒരു പ്രിൻറ്റിങ് ചെയ്തിട്ടുള്ളത്. വേറെ ഇതിനകത്തോ ഒന്നും കാര്യങ്ങളില്ല. അകത്ത് ഈ ലോക്കും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.